വീണ്ടും ബിഗ് ബോസ് മലയാളം സീസൺ 6 റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോ കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് ഒന്നാമത്തെ ആഴ്ച തന്നെ ഒരു രാജാവിനെ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യത്തെ ദിവസമൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ബ്രില്യൻ ഗെയിമേഴ്സ് ആണെന്ന് നോക്കി ഓർത്തു, എല്ലാവരും നല്ല രീതിയിൽ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, സൈഡിൽ ഇരിക്കുന്നില്ല. പക്ഷെ ഒന്നാമത്തെ ആഴ്ച തന്നെ രതീഷിന് വരുന്ന ആഴ്ചകളിൽ രാജാവായിട്ട് മാറാനുള്ള പരിപാടി ഇവരെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റപ്പെട്ടാൽ ആ ഒറ്റപ്പെടുന്നതിന്റെ ഒപ്പം ജനങ്ങൾക്ക് നിൽക്കാൻ ഒരു കൗതുകമുണ്ട്. ഇപ്പൊ നമ്മൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ കാര്യം പറയാം. റോബിൻ രാധാകൃഷ്ണനെ അവരെല്ലാം ഒറ്റപ്പെടുത്താനായിട്ടുള്ള സംഭവങ്ങൾ ആരംഭിച്ചത് ഒരു എത്തിക്സും ഇല്ലാതെ, കളിയുടെ മാന്യത കാണിക്കാതെ റോബിൻ രാധാകൃഷ്ണൻ പോയിട്ട് ക്യാപ്റ്റൻസ് റൂമിൽ കയറിയതാണ്. അന്ന് ക്യാപ്റ്റന് മാത്രമേ ആ റൂമിൽ കയറാൻ പറ്റുള്ളൂ. ആ ക്യാപ്റ്റൻസ് റൂം ഗെയിമിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചതാണ്. ഡോക്ടർ രജിത് കുമാറിന്റെ കാര്യത്തിലാണെങ്കിൽ പുള്ളിയുടെ നിലപാടുകൾ ഒരു തരത്തിലും ബാക്കിയുള്ളവർക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത നിലപാടുകളാണ് പുള്ളിയെ ഒറ്റപ്പെടുത്തിയത്. ഇവിടെ രതീഷ് അങ്ങേയറ്റം ചൊറിയുകയാണ്, വെറുപ്പിക്കുകയാണ്. ചൊറിയുകയും വെറുപ്പിക്കുകയും ചെയ്യുമ്പോൾ ആദ്യത്തെ ആഴ്ചകൾക്കൊക്കെ ആൾക്കാർക്ക് അതൊക്കെ ഒരു വെറുപ്പീരായിട്ട് തോന്നും. പക്ഷെ അടുത്ത ആഴ്ചകളിൽ നിങ്ങൾ ഇയാളെ ഒറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുന്ന നിമിഷം, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലുകൾ അതിന്റെ ഏറ്റവും പീക്കിലേക്ക് എത്തുന്ന സമയത്ത് ഇയാൾ മറ്റേ സെന്റി ഇറക്കുന്ന സമയത്ത് ജനങ്ങൾ ഇയാളുടെ ഒപ്പം നിൽക്കും, ഇയാൾ രാജാവായിട്ട് മാറും. ബിഗ് ബോസ് കളിക്കുന്നവർ ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യം ഇതാണ്. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ഈ പറയുന്ന രതീഷിനെ കൊണ്ട് രാജാവായിട്ട് പ്രതിഷ്ഠിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്.